നമസ്കാരം സനോജ് ജി. നമസ്കാരം. നമ്മുടെ CMRLന്റെ ഹർജി ഹൈക്കോടതി അടപടലം തള്ളി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അടിസ്ഥാനപരമായിട്ട് ഇഡിക്ക് പച്ചക്കൊടി തന്നെ ഹൈക്കോടതി കാണിച്ചിരിക്കുന്നു. ഇനി എന്തായിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള നടപടികൾ? ഈ ഒരു മെയ് മാസത്തോടു കൂടി പിണറായി വിജയന്റെ രാശിഫലം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും. മുമ്പ് എങ്ങനെ തൊട്ടാലും പൊന്നാക്കുമായിരുന്നു അല്ലേ? അതെ. ഈ കാലാവസ്ഥ അനുകൂലമായാലും പ്രതികൂലമായാലും എല്ലാവരും പുള്ളിക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ അധികാരവും ചെങ്കോലും കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പട്ടിക്ക് സമമാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അങ്ങനെയാണ്. അവിടെയാണോ ഗുരുവായൂരപ്പൻ എന്നുള്ളത്, ഇനി എവിടെയെങ്കിലും ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാമെന്നുള്ള അവസ്ഥയിൽ ഗുരുവായൂരപ്പൻ ചോദിച്ചോ. അതെ. അപ്പോൾ ഇപ്പോ അധികാരം കയ്യിൽ നിന്ന് പോയി. മുമ്പും നമ്മുടെ ഒരു ചർച്ചയിൽ, ഞാൻ ആരാണ് എന്റെ കൂടെ ഇരുന്നതെന്ന് ഓർക്കുന്നില്ല, ഇതുപോലെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, പിണറായി വിജയൻ ഇനി ഒരു 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 ജന്മമോക്ഷം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ കർമ്മദോഷങ്ങൾ മാറണമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട ഒറ്റ കാര്യം, അദ്ദേഹം വേദനിപ്പിച്ചത് ശനീശ്വരനെയാണ്. അതൊരു സത്യമാണ്. അത് ഒരുപാട് പേർ സമ്മതിക്കുന്നുണ്ട്. ആ ശനീശ്വരന്റെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ വിഘ്നം വരുത്താൻ നോക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന അയ്യപ്പനല്ല, അയ്യപ്പൻ സാത്വിക ബ്രഹ്മചാരിയാണ്. അയ്യപ്പൻ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ഈ 18 മലകളിലും കാവൽ നിൽക്കുന്ന ഭൂതഗണങ്ങൾ, അവരാണ് ആ മലകൾക്ക് കാവൽ നിൽക്കുന്ന ദൈവം. ഇത് അവിടുത്തെ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി അവിടുത്തെ ആദിവാസി പരമ്പരകൾ പോലും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഭൂത പരമ്പരകൾ ഇത് വെറുതെ ഇരിക്കില്ല, അതിന്റെ ഒരു തിരിച്ചടി ഉണ്ടാവും. അത് ഇപ്പൊ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു എനർജി കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടി ഒരു തിരിച്ചൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. അവിടെ ചെയ്യാൻ ശ്രമിച്ച ഇതിനൊരു പ്രതിപ്രവർത്തനം കാലം കരുതി വെച്ചിട്ടുണ്ട്. അതിന്റെ തിരിച്ചടികളാണ് ഈ കാണുന്നതൊക്കെ. ഒടുവിൽ കർമ്മഫലം എന്നോണം അദ്ദേഹത്തെ കുറെ കാലം കറുപ്പ് വണ്ടിയിൽ തന്നെ നടത്തിച്ചു. തീർച്ചയായിട്ടും. കറുപ്പ് കൊടുക്കുന്നവരെ കാണുന്നത് തന്നെ വെറുപ്പായി അദ്ദേഹം കറുപ്പ് കാറിനെ ആശ്രയിക്കേണ്ടി വന്നു. ഒരുപാട് ഈ ദോഷനിവാരണത്തിനായി ഒരുപാട് ക്രിയകൾ അദ്ദേഹം ചെയ്തു, രഹസ്യമായും പരസ്യമായും. അദ്ദേഹത്തിന്റെ ഭരണ സമയത്ത് അദ്ദേഹത്തിന്റെ എതിരെ ആദ്യത്തെ ആണി തിരിച്ചടിച്ചതും കറുത്ത വസ്ത്രമിട്ട ഒരു സ്ത്രീയായിരുന്നു, സുരേഷ്. അങ്ങനെ കറുപ്പുകൾ ഒരുപാട് തിരിച്ചടിക്കാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ അധികാരം കൂടി വിട്ടൊഴിയുമ്പോൾ തീർത്തും ഈ ചെങ്കോലും കിരീടവും കയ്യിലില്ലാത്തപ്പോൾ പട്ടിക്ക് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്നിപ്പോൾ വിധി വരുമ്പോൾ, ഇപ്പോൾ ഒടുവിലത്തെ ന്യൂസ് അതാണ്, ഹൈക്കോടതി പറയുന്നത് ഇഡിക്ക് സധൈര്യം അന്വേഷണം തുടരാം. ഏതറ്റവും വരെയും ഏത് രീതിയിൽ വേണോ ഇഡിക്ക് അന്വേഷണം തുടരാം, അതിന് ഒരു വിലക്കുമില്ല എന്നുള്ള രീതിയിലാണ്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ CMRലും വീണയും തമ്മിൽ, വീണയുടെ എക്സാലോജിക്കും തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ഉടമ്പടി, ആ ഉടമ്പടി പ്രകാരം അവരുടെ വർക്ക് എന്തായിരുന്നു എന്നുള്ള കാര്യത്തിൽ വീണ്ടും അന്വേഷണം ത്വരിതഗതിയിൽ നടത്തേണ്ടി വരും. കൈപ്പറ്റിയ കോടികളുടെ ആ കണക്ക്, അതിന് കണക്ക് എണ്ണി പറയേണ്ടി വരും എന്നുള്ള കാര്യം ഏറെക്കുറെ സ്പഷ്ടമാണ്. ഇത് ഇപ്പോൾ ഒരുപക്ഷെ ഭരണപക്ഷത്ത് ഇരിക്കുന്ന UDFനും പ്രതിപക്ഷത്ത് തന്നെ നിൽക്കുന്ന BJPക്കും വീണ് കിട്ടിയ ഒരു ആയുധം കൂടിയാണ്. സഭ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ സഭാ നടുത്തളം വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാവുമെന്ന് തന്നെ നമുക്ക് കരുതാം, ഇല്ലേ മനോജി? തീർച്ചയായിട്ടും. ഇതിൽ പ്രേക്ഷകരോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, വീണ വിജയന്, വീണ ടി, അതാണ് ഔദ്യോഗിക നാമം, അവർക്ക് പ്രതിമാസം വ്യക്തിപരമായി 5 ലക്ഷം രൂപ, അവരുടെ കമ്പനി എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപ, ഇതാണ് CMRL നൽകിക്കൊണ്ടിരുന്നത്, ശശിധര കർത്തയുടെ കമ്പനി. ഇത് കൈക്കൂലിയായിരുന്നോ മറ്റെന്തെങ്കിലും സേവനത്തിനായിരുന്നോ? ഇത് കൃത്യമായി ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന ഈ പ്രശ്നത്തിനെ തെരുവിലേക്ക് വലിച്ചിഴച്ച് വഷളാക്കി കോടതികളിലെത്തിച്ച് ഓരോ ചുവടിനും തടസ്സങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിച്ച് നിയമപരമായും മറ്റ് രാഷ്ട്രീയപരമായും മുന്നോട്ട് പോകുന്ന CPIMൻ്റെ, അതും വീണ വിജയൻ പാർട്ടി മെമ്പറാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു നേതാവല്ല. ഒരു നേതാവിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി ഒന്നാകെ, ഒരു മുന്നണി ഒന്നാകെ തെരുവിലിറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ഏറ്റവും ശ്രദ്ധേയ കാര്യം, പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ED വീട്ടിൽ റെയ്ഡിന് വന്നപ്പോൾ അവർ എന്നോടൊന്നും ചോദിച്ചില്ല. തീർച്ചയായിട്ടും. ഞാൻ അവിടെ ഒരു മൂലക്കിരിക്കുകയായിരുന്നു. അവരവിടെ എങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ സഖാക്കൾ തെരുവിലിരുന്ന് ബഹളം വെച്ചത്? ഈ ചുടുകട്ട ഉപയോഗിച്ച് തല്ലി തകർത്തത് ആർക്ക് വേണ്ടിയാണ്? മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയോ? അതും ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം മകൾക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ് ചോദ്യം. എന്നുള്ളതല്ല, മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടിയാണോ, അതോ സഖാവ് പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയാണോ, അതോ തങ്ങൾ ആരാധിക്കുന്ന ഒരു നേതാവിന്റെ മകൾക്ക് വേണ്ടിയാണോ? ഇതില് എന്തുതന്നെയായാലും ഈ ED കേസിന്റെ അന്വേഷണം, അതായത് ഈ അനധികൃതമായ സ്വത്ത് സമ്പാദനം അല്ലെങ്കിൽ അനധികൃതമായ ഈ പൈസ സമ്പാദനവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ തന്നെ മറുഭാഗത്ത് അതിലും ഗുരുതരമായ അന്വേഷണമാണ് പോകുന്നത്. കാര്യം ഈ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സഖാക്കന്മാർ,
അതെ. അവർക്ക് എതിരെ ചുമത്തിയിരിക്കുന്നത് വലിയ വലിയ കുറ്റങ്ങളാണ്. അതെ, കാരണം ജാമ്യം ലഭിക്കാത്ത ഒരുപാട് കാലത്തേക്ക് ശിക്ഷ ലഭിക്കാവുന്ന നിരവധി വകുപ്പുകൾ അവരുടെ മേൽ ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്നെ പ്രേക്ഷകരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഇതിൽ പലരുടെയും വീടുകൾ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. ദരിദ്ര നാരായണന്മാരെന്ന് പറയാവുന്ന പാവങ്ങൾ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി ബലിയാടുകളാകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുവാൻ സാധിച്ചത്. ഈ കേസിലേക്ക് തിരിച്ചു വന്നാൽ ഇപ്പോൾ ഇഡിക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു പച്ചക്കൊടി ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്ന, സനോജിയുടെ അത് പങ്കുവച്ചിരുന്നു, എറണാകുളത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ഒരു അടിയന്തര യോഗം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഇഡി എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ സമീപിക്കുന്നതെന്നുള്ളതിന് ഇതിൽ പരമൊരു തെളിവും വേണ്ട. കാരണം ഒരു ഡയറക്ടർ തന്നെ ഇത്തരത്തിലൊരു കേസ് കയ്യിലെടുത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളതിൻ്റെ ഒരു മാർഗരേഖകൾ തീരുമാനിക്കുവാനായി ഇത്തരത്തിലൊരു യോഗം വിളിക്കുമ്പോൾ ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. അടിസ്ഥാനപരമായി ഒരു പക്ഷേ വീണാ വിജയനെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും ഇഡി. അല്ല, മാത്രമല്ല ഇതിന്റെ ഒരു ഇതുവരെ ഇതിപ്പോ കഴിഞ്ഞ റൈഡ് തന്നെ ഇതൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് പെട്ടെന്ന് വരികയായിരുന്നു. കേരള പോലീസോ ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇനി ഒരു പക്ഷെ നടക്കാൻ പോകുന്നത് ഇവരാരും അറിയാതെ വീണാ വിജയനെ അങ്ങോട്ട് വിളിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് ഒരു റൈഡ് ഉണ്ടാവും തോന്നുന്നില്ല. ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഈ കേസ് കേരളത്തിൽ നിന്ന് തന്നെ പൊക്കി ഡൽഹിയിലേക്ക് മാറ്റുവാനുള്ള, കാരണം അതിനുള്ള എല്ലാ പശ്ചാത്തലവും കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ദൈവസഹായത്താൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതും സനോജി പറഞ്ഞതുപോലെ ഒരുപക്ഷെ ശനീശ്വരന്റെ കളി തന്നെയായിരിക്കാം. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു ചോദ്യം ഇപ്പോൾ പ്രസക്തമാകുന്നതും ഒരുപക്ഷെ പിണറായി വിജയനെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യം, ഇനിയുള്ള നടപടികൾ ഒരുപക്ഷെ ചോദ്യം ചെയ്യലിൽ ഒതുങ്ങി നിന്നേക്കില്ല. ഒരുപക്ഷെ അറസ്റ്റിലേക്കോ അതിനപ്പുറത്തേക്കുള്ള നടപടികളിലേക്കോ കാര്യങ്ങൾ നീങ്ങുവാനുള്ള എല്ലാ വഴികളും ഇപ്പോൾ തുറന്നിട്ടുണ്ട്. കാരണം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CMRൽ ഈ ഹൈക്കോടതി വിധി വന്നപ്പോൾ ഒരു കാര്യം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ളൊരു സമയം തരണം, അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവ് തൽക്കാലത്തേക്കൊന്ന് മരവിപ്പിക്കണം എന്നുള്ള ആവശ്യം നിർദാക്ഷിണ്യം കോടതി തള്ളി. അത് മാത്രമല്ല മനോജ്, കാര്യം ഇനി മുന്നോട്ടുള്ള ഓരോ നീക്കങ്ങളിലും ഇഡിക്ക് വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ പ്രിവിലേജസ് ആവശ്യപ്പെടാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാര്യം അവർ ഒരിക്കൽ ഇതിനു വേണ്ടി മുതിർന്നപ്പോൾ ഒരു റെയ്ഡിന് വന്നപ്പോഴാണ് ഇത്തരത്തിൽ സംഘം ചേർന്ന് അവരെ ആക്രമിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി ഇനി ഒരു റെയ്ഡോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിനോ ചോദ്യം ചെയ്യലിനോ വരുന്ന ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെതായ മാൻഡേറ്റ് അനുസരിച്ചുള്ള കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് അവർക്ക് ഭരണ സംവിധാനത്തോട് പറയാൻ കഴിയും. തീർച്ചയായിട്ടും അത് നൽകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത് വലിയ രീതിയിലുള്ള, അതായത് ഇവർ തന്നെയാണ് ഈ ഒരു കേസിനെ ഇത്രയും വലിയ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇത്രയും വഷളാക്കിയത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. കാരണം തെരുവിലെ പ്രകടനം ഒരുപക്ഷെ ഇഡിയുടെ കയ്യിൽ ഒരു സുവർണാവസരം തന്നെ കൊണ്ടു കൊടുത്തിരിക്കുന്നു. ഇതൊരു ഡൽഹി കാര്യങ്ങൾ എളുപ്പമായി രാഷ്ട്രീയ എതിരാളികൾക്കും വളരെയധികം ഒരു എന്താ പറയുക അവസരങ്ങളോ അല്ലെങ്കിൽ ഇവരുടെ മേൽ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതകളോ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ തെളിയിച്ചു കൊടുത്തു. കാരണം ഇത്രയും മണ്ടത്തരം, കമ്മ്യൂണിസ്റ്റുകാരിൽ എപ്പോഴും മണ്ടന്മാരുണ്ട്, അണികൾ എപ്പോഴും മണ്ടന്മാരാണെന്നുള്ളൊരു ആരോപണം രാഷ്ട്രീയ എതിരാളികൾ സ്ഥിരമായി ഉയർത്താറുണ്ട്. പക്ഷെ ഇത്രയധികം മണ്ടത്തരങ്ങൾ ഒരുമിച്ച് അവർ പ്രദർശിപ്പിക്കുക എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായിരിക്കാം. ഈ കേസ് പറഞ്ഞതുപോലെ ഡൽഹിയിലെങ്ങാനും കൊണ്ടുപോവുകയാണെങ്കിൽ MA ബേബിയുടെ നേതൃത്വത്തിലുള്ള വലിയ മണ്ടത്തരങ്ങൾ, ആ മണ്ടത്തരങ്ങൾ ഡൽഹിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ MA ബേബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യം അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായ സഖാക്കൾ ഇത്രയും നിഷ്കളങ്കരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം തന്നെയുമല്ല, ഡൽഹി പോലീസിന് കേരള പോലീസിന്റെ ഒരു മയവുമില്ല. മാത്രമല്ല ഈ ജയിക്കിനെ പോലുള്ള ഒരാളെ പെട്ടിട്ടുണ്ട്. അതെ, ഇനി എന്തായാലും രസകരമായ കാര്യങ്ങളായിരിക്കും തെരുവിൽ അരങ്ങേറാൻ പോകുന്നത്. അതിലും പ്രക്ഷുബ്ധമായ കാര്യങ്ങളായിരിക്കും നിയമസഭയിൽ അരങ്ങേറുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഇഡിയുടെ അടുത്ത ചുവട് എന്തായിരിക്കും. സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറയാം. തീർച്ചയായിട്ടും സ്കൂള് കോളേജൊക്കെ തുറന്ന സമയമാണ്. അടുത്ത ആഴ്ച ഈ മറ്റാരെയും കിട്ടില്ലെങ്കിൽ SFIയിൽ കുറെ കുട്ടിക്കുരങ്ങന്മാരുണ്ട്. അതെ, അവരെ കൊണ്ട് ചൂടുചോറ് വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ നടയിലോട്ട് പറഞ്ഞുവിടും. UDFന്റെ പോലീസ്, രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇപ്പോൾ ഒന്നാമത് അവർ ഈ ഇഡി പ്രശ്നത്തിൽ അവർക്ക് അല്പം നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു തിരിച്ചടി ഗംഭീരമായിരിക്കും. ഒരു മയവും കാണൂല. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പരിചയമില്ലാത്തവരുടെ അടുത്ത് തിരുവനന്തപുരം ഭാഷയെ പറയുകയാണെങ്കിൽ അടിച്ച് പിരുത്തുകളെ മഴക്കാലമാണ്, നനഞ്ഞ ദേഹത്ത് ചൂരല് വീണാൽ ഒരു സുഖവും കാണില്ല എന്ന് മാത്രമേ എനിക്ക് പിള്ളേരോട് പറയാനുള്ളൂ. ആശ്വാസത്തിന് വക നൽകുന്നത് വരാൻ പോകുന്നത് കർക്കിടക മാസമാണ്. അതുകൊണ്ട് തന്നെ മരുന്ന് സേവ നടത്തി സുഖ ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അത് നേതാക്കന്മാർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. നിങ്ങൾക്കതുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സ്വയം പരിശോധിക്കുക.
ആലോചിക്കുക, ഒരു ആത്മപരിശോധന നടത്തിയിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങുക. അത്രയും ഈ വിഷയത്തിൽ പറയാൻ അയ്യോ അമ്മ മാത്രമേ കാണുകയുള്ളൂ അവസാനം. അത് എന്തായാലും നിങ്ങളൊന്ന് ആലോചിക്കുക. അടികൊണ്ട് കഴിഞ്ഞ ദിവസം റോഡിൽ കിടന്ന് നിലവിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതെ, അപ്പൊ അതുപോലുള്ള കാഴ്ചകൾ ഇനിയും കാണാം എന്നുള്ളതാണ്. അടുത്ത പുഷ്പന്മാരാകാൻ ദയവ് ചെയ്ത്, വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറയുകയാണ്, വീണ്ടും ഒരു പുഷ്പനാകാൻ ആരും ദയവ് ചെയ്ത് തല വെച്ച് കൊടുക്കരുത്. കാരണം അവർക്ക് ആവശ്യം ഇപ്പോൾ നിരവധി കൂത്തുപറമ്പുകളാണ്. കാരണം ഈ ഒരു രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ നേരിട്ടൊരു തിരിച്ചടിയിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് രക്തസാക്ഷികളിലൂടെ എല്ലാ കാലത്തും പുന്നപ്ര വയലാർ മുതൽ കൂത്തുപറമ്പ് വരെ അവരുടെ ചരിത്രമേ അതാണ്. രക്തസാക്ഷികളുടെ, അവരെ കൊലയ്ക്ക് കൊടുത്ത, മനഃപൂർവ്വം കൊലയ്ക്ക് കൊടുത്ത, ആസൂത്രിതമായി കൊലയ്ക്ക് കൊടുത്ത ചോരയുടെ മേലാണ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതിനൊരു സംശയവും വേണ്ട. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊരു അഭിമന്യുവോ പുഷ്പനോ ഒന്നും ആകാതിരിക്കുവാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞ പോലെ മഴക്കാലമാണ്, അടി വാങ്ങിച്ചു പിടിച്ചാൽ വീട്ടുകാരെ കാണുകയുള്ളൂ ചൂട് പിടിച്ചു തരാൻ. CMRL കർത്ത നിങ്ങളെ തേടി വരില്ല. അത് ആലോചിച്ചോളൂ. എന്തായാലും EDയുടെ അടുത്ത നടപടി എന്തായിരിക്കുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം കൗതുകത്തോടുകൂടിയും ആശങ്കയോടുകൂടിയും രണ്ട് തരത്തിൽ, ഒരുപക്ഷെ പ്രതീക്ഷയോടുകൂടിയും ജനങ്ങൾ, സാധാരണ ജനങ്ങളും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ എതിരാളികളും പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നൊരു ചുവടുവെപ്പാണ്. അതെന്തായിരിക്കുമെന്ന് ഇന്ന് വൈകുന്നേരത്തോടു കൂടി അറിയാമെന്ന് കരുതുന്നു. കാരണം യോഗം ഒരു ഉച്ചവരെ കാണും. അത് കഴിഞ്ഞ് അവരൊരു തീരുമാനം ഔദ്യോഗികമായി EDയുടെ ഒരു പതിവ് വൈകുന്നേരത്തേക്ക് പുറത്തു വിടുക എന്നുള്ളതാണ്. അതെ, ഗോപ്യവും ചാടുലവുമായിരിക്കും, ഒരുപക്ഷെ ദയാദാക്ഷിണ്യം ഇല്ലാത്തതുമായിരിക്കും. കാരണം അതിനുള്ള സാഹചര്യങ്ങളും സഖാക്കന്മാർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വിരോധമില്ലാത്തവരുടെ മനസ്സിൽ പോലും വിരോധം സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പിണറായി വിജയന് ഒരു ആശ്വാസം ഉണ്ടായത്, ഒരു പ്രശ്നം വന്നപ്പോൾ സഹകന്മാരെല്ലാം കൂടെ നിന്നു എന്നുള്ളത്. അതെ, അതൊരു വിഭാഗം മാത്രമേ ഉള്ളൂ. അതെ, അതിലേറെ പിണറായിയെ ഇപ്പോഴും എതിർക്കുന്ന ഒരു വിഭാഗം സഹകന്മാർ പാർട്ടിക്കുള്ളിൽ. അതെ, തന്നെയുമല്ല എങ്ങനെയെങ്കിലും ഇയാളൊന്ന് തുലഞ്ഞു പോയാൽ മതി, ഇയാളൊന്ന് പിടിച്ചോണ്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ അവർക്ക് ഇത് സംബന്ധിച്ച് അവർക്കൊന്നും ഇതൊരു ഒരു പ്രശ്നമേ അല്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു പതനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇദ്ദേഹത്തിന് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയേണ്ടി വന്നാൽ വരുന്നൊരു സാഹചര്യം, വരുമെന്നല്ല ഞാൻ പറയുന്നത്, വരുമൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഒരുപക്ഷെ മമതാ ബാനർജി ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഏത് സാഹചര്യത്തെയാണോ നേരിടുന്നത് അതിലും പരിതാപകരമായിട്ടുള്ളൊരു സാഹചര്യം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നേക്കാം. അതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക്, മാപ്രകൾക്ക് സുഭിഷ്ടമായ ആഘോഷകാലമാണ് വരുന്നത്. രാവുകളും പകലുകളും അതെ, വരുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ആ ആഘോഷവുമായി പ്രേക്ഷകരുമായി ചർച്ചകളും വിശകലനങ്ങളുമായി തത്വമീ ന്യൂസും ഉണ്ടാകും. ഗൗരവതരമായ ചർച്ചകളും ഇടയ്ക്കൽപ്പം നർമ്മവും. വീണ്ടും കാണാം. നന്ദി സനോജി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.